DMK സഖ്യം ഉപേക്ഷിച്ച് വന്ന കോൺഗ്രസ് 5 MLA-മാരുടെ പിന്തുണയാണ് വിജയന് വാഗ്ദാനം ചെയ്തത്. എന്നാൽ BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന AIADMK പോലെ തന്നെ വിജയനും TVKയും വർഗീയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കരുത് എന്ന നിബന്ധനയോടെയാണ് ഈ പിന്തുണ. കഴിഞ്ഞ 7 വർഷത്തിനിടയിലെ 3 തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് ശേഷം DMKയും കോൺഗ്രസും തമ്മിലുണ്ടായ ഈ വേർപിരിയൽ തമിഴ് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ നാടകീയതയാണ് സൃഷ്ടിച്ചത്. പരസ്പരം ചതിച്ചു എന്നാരോപിച്ച് ഇരു പാർട്ടികളും തമ്മിലുള്ള പോര് ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് പിന്നിലെ കൈപ്പേറിയ അധ്യായമായി മാറി. തുടർന്ന് വിടുതലൈ ചിരുതൈകൾ കക്ഷി, CPIM, CPI എന്നിവരുമായും TVK ചർച്ചകൾ നടത്തി. 2 ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകൾക്കൊടുവിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ 3 പാർട്ടികളും വിജയനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. TVK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CT നിർമ്മൽ കുമാർ സ്ഥിരീകരിച്ചതുപോലെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്തുകൾ കൈമാറിക്കൊണ്ട് ഈ തീരുമാനം ഔദ്യോഗികമാക്കി. ഈ 3 പാർട്ടികളും DMKയുടെ സഖ്യകക്ഷികളായിരുന്നു. MK സ്റ്റാലിന്റെ പക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബദ്ധവൈരികളായ AIADMKയുമായി കൈകോർക്കുകയോ ചെയ്യുക തുടങ്ങിയ അധികാരത്തിലേക്കുള്ള ഇതര വഴികളെക്കുറിച്ച് ഇവർ DMKയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ AIADMKയുമായുള്ള അത്തരമൊരു നീക്കത്തെ പലരും അവിശുദ്ധ സഖ്യം എന്നാണ് വിശേഷിപ്പിച്ചത്. EV രാമസ്വാമി പെരിയാർ തുടക്കമിട്ട സാമൂഹിക നീതി എന്ന പ്രത്യയശാസ്ത്രം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ബദ്ധവൈരികളായ DMKയും AIADMKയും തമ്മിൽ ധാരണയുണ്ടാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ഉയർന്നിരുന്നു. 2 വലിയ ദ്രാവിഡ പാർട്ടികളും ഒരേ ഭയത്താലാണ് ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിക്കപ്പെട്ടതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. MGR ജീവിച്ചിരുന്ന 1977-87 കാലഘട്ടത്തിൽ DMKയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഓർമ്മകൾ ആ പാർട്ടിയെ വേട്ടയാടുന്നു. AIADMKയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്റ്റാലിനോട് തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടത് തിരിച്ചടിയാണ്. എന്നാൽ ഈ അവിശുദ്ധ സഖ്യം ഒരിക്കലും യാഥാർത്ഥ്യമായില്ല. ഇരുപക്ഷത്തെയും അണികളുടെയും പ്രത്യയശാസ്ത്രവാദികളുടെയും കടുത്ത എതിർപ്പിനെ അതിജീവിച്ച് ഇത്തരമൊരു സഖ്യം നിലനിൽക്കില്ലെന്ന് മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചു. 47 സീറ്റുകളുള്ള AIADMKയും TVKയും തമ്മിൽ ധാരണയുണ്ടാകുമെന്നും ഇടയ്ക്ക് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. TVKയും ഗവർണർ ആർലേക്കറും തമ്മിലുള്ള തർക്കത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് BJP വ്യക്തമാക്കി. ഇതൊരു തൂക്കുസഭയാണ്. TVKയ്ക്ക് ഭൂരിപക്ഷമില്ല. അദ്ദേഹം ഭൂരിപക്ഷം തെളിയിച്ചാൽ ഗവർണർ അത് ഭരണഘടനാപരമായി അംഗീകരിക്കും. ഇതിൽ ആശയക്കുഴപ്പമില്ല. BJP സംസ്ഥാന വക്താവ് നാരായൺ തിരുപ്പതി PTIയോട് പറഞ്ഞു. വിജയനെ തടയാൻ BJP ഗവർണർക്ക് നിർദ്ദേശം നൽകി എന്ന ആരോപണങ്ങൾ തിരുപ്പതി തള്ളിക്കളഞ്ഞു.